നമസ്കാരം, ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ലിയോ 14 പാപ്പയുടെ സഹോദരൻ ലൂയിസ് പ്രൊവോസ്റ്റുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിൽ കൂടിക്കാഴ്ച നടത്തി. കഴിഞ്ഞ ദിവസമാണ് ഇരുവരും കൂടിക്കാഴ്ച നടത്തിയത്. ലിയോ 14 പാപ്പയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് താൻ ആഗ്രഹിക്കുന്നുവെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. പ്രസിഡന്റിന്റെ പ്രത്യേക സഹായി മാർഗോ മാർട്ടിനാണ് പാപ്പയുടെ സഹോദരനുമായി ട്രംപ് നടത്തിയ കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ പുറത്തുവിട്ടത്. അമേരിക്കക്കാരനായ തിമോത്തി പോൾ നിർമ്മിച്ച കാർലോ അക്യുറ്റസിന്റെ വെങ്കല ശില്പം അസീസിയിലേക്ക്. വിശുദ്ധ പദവി പ്രഖ്യാപനത്തിന്റെ തീയതി നിശ്ചയിച്ചിട്ടില്ലെങ്കിലും വെങ്കല ശില്പം അസീസിയിൽ സൂക്ഷിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കൗമാരക്കാരുടെ ജൂബിലി ആഘോഷ ദിനമായ ഏപ്രിൽ 27 ശനിയാഴ്ചയാണ് കാർലോ അക്യുറ്റസിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നതിനുള്ള തീയതി നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ഫ്രാൻസിസ് പാപ്പയുടെ വേർപാടിനെ തുടർന്ന് വിശുദ്ധ പദവി പ്രഖ്യാപന ചടങ്ങുകളുടെ തീയതി മാറ്റുകയായിരുന്നു. വിശുദ്ധ പദവി പ്രഖ്യാപനങ്ങളുടെ അംഗീകാരത്തിനായി ലിയോ 14 മാർപ്പാപ്പ കർദിനാൾമാരുടെ ഒരു കൺസിസ്റ്ററി യോഗം ചേരും. ജൂൺ 13 യോഗം ചേരുന്നത്. ലിയോ 14 മാർപ്പാപ്പയുടെ ആദ്യത്തെ കൺസിസ്റ്ററി യോഗമായിരിക്കും ഇത്. ഫ്രാൻസിസ് മാർപ്പാപ്പ ആശുപത്രിയിലായിരുന്നപ്പോൾ കൺസിസ്റ്ററിക്ക് ആഹ്വാനം ചെയ്തിരുന്നുവെങ്കിലും തീയതി നിശ്ചയിച്ചിരുന്നില്ല. ജൂണിൽ നടക്കുന്ന കൺസിസ്റ്ററിയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ മുന്നോട്ട് വെച്ച 5ഓളം വാഴ്ത്തപ്പെട്ടവരുടെ വിശുദ്ധ പദവി അംഗീകരിക്കുന്നതിന് കർദിനാൾമാർ വോട്ട് ചെയ്യും. ആഗോളതലത്തിൽ നടത്തിയ വിവിധ പ്രവർത്തനങ്ങളെ പരിഗണിച്ച് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയട്രോ പരോളിന് പാത്ത് ടു പീസ് ഫൗണ്ടേഷൻ അവാർഡ് സമ്മാനിച്ചു. മെയ് 19 ന്യൂയോർക്കിൽ നടന്ന ചടങ്ങിൽ വെച്ചാണ് അദ്ദേഹം അവാർഡ് സ്വീകരിച്ചത്. ഐക്യരാഷ്ട്രസഭയിൽ പരിശുദ്ധ സിംഹാസനത്തിന്റെ സ്ഥിരം നിരീക്ഷകനായിരുന്ന കാലത്ത് അന്നത്തെ ആർച്ച് ബിഷപ്പ് റെനാറ്റോ റാഫേൽ മാർട്ടിനോ 1991 സ്ഥാപിച്ച പുരസ്കാരമാണ് പാത്ത് ടു പീസ് ഫൗണ്ടേഷൻ അവാർഡ്. ലിയോ 14 പാപ്പയെ ഗാസയിലെ ജനങ്ങൾ പിതാവായാണ് കാണുന്നതെന്ന് വെളിപ്പെടുത്തി ഗാസയിലെ തിരുക്കുടുംബ ദേവാലയത്തിന്റെ വികാരി ഫാദർ ഗബ്രിയേൽ റോമനെല്ലി ക്രൈസ്തവർക്ക് മാത്രമല്ല ഓർത്തഡോക്സ് വിശ്വാസികൾക്കും ഇസ്ലാം മതവിശ്വാസികൾക്കും ഫ്രാൻസിസ് പാപ്പയിൽ പിതൃതുല്യമായ ഒരാളെയാണ് കാണാൻ സാധിച്ചിരുന്നതെന്നും ലിയോ 14 പാപ്പയിലും അതുതന്നെയാണ് തങ്ങൾ കാണുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.